താങ്ക് യു സർ, താങ്ക് യു. ഇതിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ആടിൻ്റെ ഷേപ്പും ബാക്കി ഉടല് നോക്കി നിങ്ങൾ കറക്റ്റ് ഒരു പോത്തിനെ മാറിയും കാലൊക്കെ കണ്ടില്ലേ. പുള്ളി ചെങ്ങായിനെ കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. വെൽക്കം ടു ഭൂട്ടാൻ എഗെയിൻ. ഞാനുള്ളത് ഭൂട്ടാനിലെ ക്യാപിറ്റൽ സിറ്റിയായ തിമ്പുവിലാണ്. ഇന്ന് നമ്മൾ തിമ്പു മൊത്തം കറങ്ങിയടിച്ച് കാണാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വന്നിട്ടുള്ളത് ഇവിടുത്തെ ബുദ്ധ സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മളെ എൻട്രി പോയിൻ്റ്. കാണാൻ വന്ന ഈ സ്റ്റാച്ചു വേൾഡിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാച്ചുകളിൽ ഒന്നാണ്. ഏകദേശം 2400 അടി ഉയരമുണ്ട്. ഇത് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് സ്റ്റാച്ചു മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് ചെമ്പ് കൊണ്ടാണ്. ഏകദേശം 200 മില്യൺ ഡോളറാണ് ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കാൻ ചിലവ് വന്നത്. 2006 ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആരംഭിച്ചത്. 2015 തീർന്ന് ന്യൂലി ബിൽഡാണ്. ഇപ്പോൾ ഒരു വൺ ഓഫ് ദി മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറിയിട്ടുണ്ട് ഭൂട്ടാനിലെ ഈ ഒരു സ്റ്റാച്ചു. ഈ ഒരു സ്റ്റാച്ചു ആർക്ക് വേണ്ടിയിട്ട്, ആരെ മെമ്മറീസിന് വേണ്ടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രീവിയസ് കിങ്, ഇപ്പം ഭരിക്കുന്ന കിങ്ങിൻ്റെ ഫാദറിൻ്റെ ഒരു 60ാമത്തെ പിറന്നാളിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി കാണാം, പക്ഷേ ഉള്ളിൽ വീഡിയോ ഷൂട്ടിങ്ങോ കാര്യങ്ങളൊന്നും അലോഡല്ല. അതുപോലെ തന്നെ നമ്മളിവിടെ വന്ന ടൈം വളരെയധികം ബെസ്റ്റ് ടൈമാണ്. കാരണം ഇവരെ ബുദ്ധ മതക്കാരുടെ ഒരു വലിയൊരു സന്യാസി, അങ്ങനെയല്ലേ വിളിക്കുക, പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളാണ്, ഒരുപാട് പേരുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഫുള്ള് മോങ്ക്, അത് മോങ്ക് എന്ന് പറയുന്നത് ഈ ഒരു പിന്നെ ഇതിലേക്ക് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാർ ഓരെയാണ് മോങ്ക് എന്ന് പറയാം. പുള്ളി എന്തോ ഒരു പൂജ പോലത്തെ എല്ലാവരും എന്തോ ഒരു സാധനമൊക്കെ ഇവിടുന്ന് വാങ്ങുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ അമ്പലത്തിലൊക്കെ പ്രസാദം കൊടുക്കുന്ന പോലെ പുള്ളി എന്തോ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇവിടെ ഇപ്പം എല്ലാ കൊല്ലവും നടക്കുന്ന ഒരു റിലീജിയസ് കാർണിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ദിവസം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ കിടന്നുറങ്ങി പിന്നെ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു എന്ത്, നമ്മളൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലുന്ന, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഭജനൊക്കെ ചൊല്ലുന്ന പോലെ ഒരു സാധനം ഇങ്ങനെ മൈക്കിലൂടെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ മുകളിലോട്ട് കയറട്ടെ. ഇൻസൈഡ് വീഡിയോ അലോഡല്ല കേട്ടോ. നമ്മളിതിൻ്റെ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഇതാ, അപ്പം ഫുള്ള് നല്ല രസമുണ്ട് സംഭവം. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഗോൾഡൻ ഇതുകൊണ്ട് ഉണ്ടാക്കിയാന്ന്, അല്ല ഇത് ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയാണ് മൊത്തത്തിൽ. ഇതാ, പിന്നെ അതുപോലെ ഒരുപാട് സ്റ്റാച്ചുകളും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്നല്ല, പലതരത്തിൽ കുറേ എണ്ണം ഉണ്ട്. അതായത് ഒരു സ്പിരിച്വൽ ഏരിയ, അതൊരു ഈ ഒരു വൈബൊക്കെ ഉള്ളവർക്ക് ഇവിടെ വരാം. ഇത് മൊത്തം ഇരുന്ന് കാണാം. ഭൂട്ടാനിൽ വരുമ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എത്ര വലുതാന്നുള്ളത് വീഡിയോയിൽ മനസ്സിലാവില്ല ഗൈസ്. 2400 അടി ഉണ്ട്. അത് നിങ്ങൾ എടുത്ത് വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളോട്ട് കയറും. പക്ഷെ അവിടെ ക്യാമറ അലോഡല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ കയറിയപ്പോഴാണ് കുറച്ചുകൂടി നല്ല ഭംഗിയോട് കൂടിയിട്ട് നമ്മളെ ഇവിടുത്തെ കാർണിവൽ നടക്കുന്നത് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മോങ്കുകൾ മൊത്തം ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് കാണുമ്പം എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. വലിയ വലിയ സന്യാസിമാരാണ് അവിടെ മുന്നിൽ ഇരിക്കുന്നത് എല്ലാവരും. അതായത് ഈ ഒരു സ്റ്റേജില്ലേ, ഇതുമ്മലാണ് മെയിൻ പിന്നെ മോങ്ങിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും തായിരിക്കുകയാണ്. അവരെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നിൽ പോകാൻ പറ്റുമെങ്കിൽ നമ്മളതും എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. നല്ല രസമുണ്ട്. ഇവർ പ്രാർത്ഥിക്കുന്ന കേട്ടോ ഈ കാണുന്നത്.
ഈ സ്റ്റാച്ചു മൊത്തം കണ്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറി താഴെ ഒരു അമ്പലമുണ്ട്, മേലെയാണ് മെയിൻ അമ്പലം, താഴെ ഒരു ലൈബ്രറി വിത്ത് അമ്പലം, മേലെ മെയിൻ അമ്പലം. ഈ രണ്ടും കയറി കണ്ട്. അപ്പം ഷൂട്ടിങ് അലോടെ അല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, പ്രായം നിറഞ്ഞ കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. മൈൻഡാക്കിയില്ല, മൈൻഡാക്കിയിരിക്കും. നമ്മളെ ടാക്സി അതിൽ കയറണം. കേരള നാഗാലാൻഡ്. No, he look like Bhutani. Or look bye. So, thank you, sir. Okay, nice. Nice meeting you. How do you like? Very good. Very good. Not very good. No, Bhutan is very good. How long you are? Just yesterday we came. Oh, then how much? 2 more days. Okay. Only Timbu? You are Timbu and Paru. Paro. Okay. Then you should go to Buang di Potang and Punakha. Not very far. Okay. We'll try. But quite expensive. Yeah. Yes. But if you want to enjoy life, you should spend money. You should make money, spend money. Okay. Okay, thank you, sir. This is our car, okay? This one? Yeah. Okay, the woman is carrying the kids. See? It's a different stuff. See? അപ്പോൾ നമ്മൾ ബുദ്ധ സ്റ്റാച്യൂന്നൊക്കെ തിരിച്ചിറങ്ങി വീണ്ടും നമ്മൾ എങ്ങോട്ടൊക്കെ പോവാണ്, സിറ്റിക്കകത്തോട്ട് പോവാണ്. പക്ഷെ അതിൻ്റെ മുന്നോടിയായിട്ട് ലോകത്ത് നിങ്ങൾ എവിടെയും ഇങ്ങനെ ഒരു ക്രീച്ചറിനെ കണ്ടിട്ടുണ്ടാവില്ല. ടക്കിൻ എന്നാണ് അതിൻ്റെ പേര്. അതായത് ഭൂട്ടാൻ്റെ നാഷണൽ അനിമലാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തല ആടിനെ മാതിരിയും ശരീരം പശുവിനെ മാതിരിയും. അതങ്ങനെ ഇവരുണ്ടാക്കിയതാന്നൊക്കെ ഉള്ളതാണ് ഒരു വിശ്വാസം. കാരണം ഭൂട്ടാനിൽ മാത്രമേ അത് കാണുള്ളൂ, റെയറായിട്ട് ഏതൊക്കെയോ രാജ്യത്ത് കാണും. അത് ഇവിടുന്ന് കൊണ്ടുവരാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. വളരെ റെയറായിട്ടുള്ള ഒരു അനിമലാണ്. സോ നമ്മൾ ആദ്യം അതിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ അരച്ചിട്ടുണ്ട്. നേരത്തെ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ താഴെ നമുക്ക് കാണാൻ പറ്റുന്ന തിമ്പു സിറ്റിയാണ് കേട്ടോ. കാറിൽ നിന്ന് അത്ര കാണാൻ പറ്റില്ല, എന്നാലും തിമ്പു സിറ്റി നമുക്ക് ഒരുവിധം ഇവിടുന്ന് ഇങ്ങനെ കാണാം. അതാ കിട്ടില്ലേ. അപ്പം ഇതിന് ശേഷം നമ്മൾ അനിമലിനെ കണ്ടതിന് ശേഷം നമ്മൾ എന്താക്കും, നേരെ സിറ്റി സെൻറ്ററിലോട്ട് പോകും. സിറ്റി മാർക്കറ്റും എല്ലാം നമുക്ക് കാണാം. നല്ല രസമല്ലേ, അടിക്കടിക്ക് വീടൊക്കെ ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ട്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യം കൂടെ ഉണ്ട്. ഭൂട്ടാനിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലേ, കമ്പൽസറി അല്ല. നമ്മളെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ ഭയങ്കരമായിട്ട് കമ്പൽസറിയാണ്. ഡ്രൈവർക്കും പാസഞ്ചറിനും വേണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല കാര്യമാണോ എന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. എന്തായാലും സീറ്റ് ബെൽറ്റ് ഇവിടെ കമ്പൽസറി അല്ല. നമ്മൾ ഇവരുടെ നാഷണൽ അനിമലായ റോയൽ ടക്കിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എല്ലായിടത്തും നല്ല ടിക്കറ്റ് റേറ്റ് ഉണ്ട്. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ നമ്മൾ 500 രൂപ ടിക്കറ്റ് കൊടുത്തത്, ഇവിടെ 300 രൂപ പെർ ഹെഡ് കേട്ടോ. അപ്പോൾ നല്ല പൈസയോട് കൂടിയാണ് ഇവിടെ എല്ലായിടത്തും കയറ്റുന്നത്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരാനുള്ള ചിലവിൽ ഇതൊന്നും ഇവർ ഉൾപ്പെടുത്തൂല. ഇവിടെ വന്നിട്ട് വീണ്ടും ചാമ്പും. നമ്മൾ വന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ട്രയൽ പോലെ ഇങ്ങനെ നടന്ന് നമുക്ക് ഇതിലേ പോയിട്ട് അതിലേ ഇങ്ങനെ തിരിച്ചു തരാം. അതിൻ്റെ നടുക്കായിട്ട് ഈ ടക്കിൻ എന്ന് പറയുന്ന അനിമൽ, ഇവരെ നാഷണൽ അനിമൽ ഒരുപാടെണ്ണം അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഞാൻ കറക്റ്റ് സൂം ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അത് ഞാൻ ഈ ഒരു ഏരിയ കാണിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നാണ്. ഇവിടെ കോഫി ഷോപ്പും പിന്നെ ചെറിയ റെസ്റ്റോറൻറ്റ് പോലത്തെ കടകളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ചായ ഇതൊക്കെ കുടിക്കാം. പക്ഷേ പൈസ കുറച്ച് കൂടുതലാണ്. ഇനി നമുക്ക് എന്താണ് ടക്കിൻ, എന്താണ് എൻ്റെ സ്പെഷ്യാലിറ്റി, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഈ ഒരു നാഷണൽ പാർക്ക് അവരുണ്ടാക്കി 1974. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് ഭയങ്കര റെയറായിട്ടുള്ളൊരു പീഷ്യസാണ്. ഈ കാണുന്നതാണ് ഭൂട്ടാൻ്റെ നാഷണൽ അനിമലായ ടെക്കിൻ. ഇതിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ആടിൻ്റെ ഷേപ്പും ബാക്കി ഉടല് നോക്കി നിങ്ങൾ കറക്റ്റ് ഒരു പോത്തിനെ മാതിരിയും. കാലൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ഒരു പോത്ത്, പശുവിനെ മാതിരി എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പശുവിനെ മാതിരി മുഖം കറക്റ്റ് ആടും. അതാണ് ഇത് ഭയങ്കര റെയറായിട്ടുള്ള സ്പീഷ്യസായിട്ട് മാറിയത്. അപ്പോൾ ഇവരിപ്പോൾ എന്തിനാണ് ഈ ഒരു സ്ഥലം തുറന്നിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പ്രസവിക്കാനായതും കുറച്ച് വലുതായതിനൊക്കെ ഇവിടെ കൊണ്ടുവന്നിടും. അതിനുശേഷം അതിൻ്റെ പ്രസവത്തിന് ശേഷം കുട്ടിയൊന്ന് വലുതായതിന് ശേഷം മാത്രമാണ് ഇവരിത് കാട്ടിലോട്ട് വിടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയുള്ള പബ്ലിക്കിനും കുട്ടികൾക്കും ഈ അനിമലിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നും അതെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഈ പീഷ്യസിനെ ഇവർ നോക്കുന്നത്. ഇതതിൻ്റെ ഇതാട്ട കുട്ടി കറക്റ്റ് ആട്ടിൻകുട്ടീനെ വരില്ലേ, ഒരു പ്രത്യേക ടൈപ്പ് തന്നെ മുഖം ആട്ടിൻകുട്ടിയും. ബാക്കി ആട്ടിൻകുട്ടീനെങ്ങാട്ട് വലിയൊരു സൈസ് ഉണ്ട് താനും. അതിൻ്റെ ഒരു വലിയ സൈസ് അവിടെ ഉണ്ട്, കാണിച്ചു തരാം. എന്താ ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. മുഖം കറക്റ്റ് ആടും, ബാക്കി ഉടൽ പശുവിൻ്റെയും. സോ ഗൈസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഇപ്പോൾ നമ്മളെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഈ ഒരു ഷേപ്പിലോട്ട് ഈ മൃഗങ്ങൾക്ക്, ഈ ടെക്കിൻ എന്ന് പറഞ്ഞ മൃഗത്തിന് ഈ ഷേപ്പ് വന്നതെന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി. അതായത് സെഞ്ച്വറീസ് ബാക്ക് ഇവിടെ ഒരു ആൾ വന്ന് ഭൂട്ടാനിൽ, പിന്നെ ബുദ്ധിസം എന്ന് പറയുന്ന മതം മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ വന്ന ആൾ ഒരു നെറികെട്ട ആളായിരുന്നു എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വന്നതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമടിച്ച് നടക്കുക, പിന്നെ കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ അത് സെക്സ് പരമായിട്ട് ബന്ധപ്പെടുക, അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർക്കൊരു വിശ്വാസമല്ലാണ്ടായി പുള്ളീനെ. അങ്ങനെ പുള്ളീനോട് ആൾക്കാരൊക്കെ പറഞ്ഞു, നിങ്ങൾ ശരിക്കും സ്പിരിച്വലായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളെ തെളിവ് കാണിച്ചു തരണം. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസം പുള്ളി എല്ലാവരോടും പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ഡെഡ് ബോഡി കൊണ്ടുവരാൻ, ഒരു ആടിൻ്റെ ഡെഡ് ബോഡിയും അതുപോലെ ഒരു പശുവിൻ്റെ ഡെഡ് ബോഡിയും. എന്നിട്ട് മൂപ്പരെ ശക്തി തെളിയിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു മൃഗത്തിനെ ഉണ്ടാക്കി. അതാണ് ടെക്കിൻ എന്ന് പറയുന്നത്. ആ ഒരു മൃഗമാണ് ഇത്. അങ്ങനെയാണ് ഈ മൃഗം ഉണ്ടായതെന്നാണ് ബുദ്ധിസ്റ്റുകൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവരെ ബിലീഫ് സിസ്റ്റം. കൗതുകം നിറഞ്ഞ ഭൂട്ടാനിൻ്റെ നാഷണൽ അനിമലിൻ്റെ കഥയൊക്കെ കേട്ടില്ലേ. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് സിറ്റിയിലോട്ട് പോവാണ്, മാർക്കറ്റ് വിസിറ്റ് ചെയ്യാം, ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ്. അപ്പോൾ ഭൂട്ടാനിലെ ലോക്കൽ മാർക്കറ്റ് എങ്ങനെയാണെന്നും എങ്ങനെ ആയിരിക്കും എന്നൊക്കെ പോയി കാണാം. നമ്മൾ താഴോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ തിമ്പു എന്ന് പറയുന്ന ഇവരെ ക്യാപിറ്റൽ സിറ്റി കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവരെ മെയിൻ സിറ്റി വരുന്നത്. ഈ താഴോട്ട് ഇറങ്ങുന്നതിനനുസരിച്ച് ഡൗൺ ടൗൺ ഭാഗം സെൻട്രൽ സിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല രസമുണ്ട്. ഇവിടെ മൊത്തത്തിൽ 3 ടൈപ്പിലുള്ള നമ്പർ പ്ലേറ്റ് ഉണ്ട്. ഒന്നുണ്ടോ PB, അതായത് ഭൂട്ടാൻ പ്രൈവറ്റ് വാഹനങ്ങൾക്കാണ് PB എന്നുള്ള നമ്പർ പ്ലേറ്റ് കൊടുക്കുക. PT എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ ടാക്സി, അതായത് ടാക്സി വാഹനങ്ങൾ, ഭൂട്ടാൻ ടാക്സി. PG എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ ഗവൺമെൻറ്. അങ്ങനെ 3 കാറ്റഗറിയിലുള്ള വാഹനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പം സിറ്റിയിലോട്ട് വന്നപ്പം വലിയ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. പക്ഷെ അവർ ട്രഡീഷണൽ വിട്ടിട്ട് ഒരു ബിൽഡിങ്ങും ഉണ്ടാക്കിയതായിട്ട് കാണുന്നില്ല. എല്ലാം അതേ ട്രഡീഷണലൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെൻട്രൽ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തിരക്കും ബ്ലോക്കൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ അതൊന്നും കാണുന്നില്ല. സിമ്പിൾ, ഭയങ്കര സൈലൻ്റ് ആണ്, ക്വയറ്റാണ്. എല്ലാവരും ഇങ്ങനെ നടന്നു പോന്നു. ഇതൊക്കെ സെൻട്രൽ മാർക്കറ്റിൻ്റെ ഒക്കെ ഏരിയ തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു സെൻട്രൽ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. പോയി നോക്കാം. പിന്നെ ബൈക്കുകളൊക്കെ റെയറായിട്ട് കാണുന്നുള്ളൂ. ഒരുപാട് ബൈക്ക് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓണടിക്കുന്നില്ല, അങ്ങനത്തെ ഒരു സീനും ഇല്ല കേട്ടോ. അവർക്ക് വണ്ടി പുറകെ കൊണ്ടുവെക്കുക എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ പീന്ന് ഓണോ അടിച്ച്. ഇവിടുത്തെ കുട്ടികളെ യൂണിഫോം ഉണ്ടോ? യൂണിഫോം വരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പിന്നെ ട്രഡീഷണൽ ഡ്രസ്സിലായിരിക്കണം. ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സിൽ വേണം. യൂണിഫോം വരെ ധരിക്കാൻ. ഇതാട്ടോ കുട്ടികൾ പോണതാ, യൂണിഫോം ധരിച്ചു പോകണുണ്ടോ? ഇത് ലേഡീസിൻ്റെ യൂണിഫോം, ഇത് ജെൻസിൻ്റെ യൂണിഫോം, ഇത് ലേഡീസിൻ്റെ യൂണിഫോം. വെരി നൈസ്. ഓ ഗൈസ്, ഒരു എൻട്രി ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളോട്ട് കയറുമ്പോൾ മാർക്കറ്റിൻ്റെ സിറ്റി സെൻറ്ററിൻ്റെ. നല്ല രസമുണ്ട് അല്ലേ? ആ ഭൂട്ടാൻ്റെ ഒരു വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഒരിത്. നമ്മൾ തിമ്പുവിലെ മെയിൻ സിറ്റി സെൻറ്ററിൻ്റെ ഒരു സ്ക്വയർ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ക്ലോക്ക് ടവർ. സമയം നോക്കിയേ, 4:25 കഴിഞ്ഞ് 4:27. അപ്പം ഇന്ത്യയിൽ 5:57, അരമണിക്കൂർ പുറകിലാണ് ഇന്ത്യൻ ടൈം കേട്ടോ. ഇതൊരു പിന്നെ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുകയാണെങ്കിൽ ഇവിടുന്ന് ആൾക്കാർക്ക് ഇങ്ങനെ ഇരുന്ന് പരിപാടി കാണാം, ഇവിടെ പരിപാടിക്ക് നടത്താം ആ രീതിയിൽ. അപ്പോൾ ഒരു പറഞ്ഞത് ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ നടക്കാനാണ്. അപ്പം ഇവരെ ഒരു ക്യാപിറ്റൽ സിറ്റി ഇത്രയേ ഉള്ളൂ. വലിയ ഒച്ചപ്പാടും ബഹളവും ഒരു ക്യാപിറ്റൽ സിറ്റീൻ്റെ പ്രൗഢിയോ വലിയ വലിയ ബിൽഡിങ്ങോ അങ്ങനെ ഒന്നുമില്ല. സിമ്പിളായിട്ട് ഇതാണ് ഞങ്ങളെ ക്യാപിറ്റൽ സിറ്റി, അത്രയും ഇവർ പറയുന്നുള്ളൂ. ഭയങ്കര സെറ്റപ്പാണെന്നൊന്നുമില്ല. കൊള്ളാം, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലോട്ട് കയറാം. മേലോട്ട് കയറി കഴിഞ്ഞാലാണ്, അതായത് ഇവിടെ ഒരു സ്ട്രീറ്റ്, മെയിൻ സ്ട്രീറ്റ് ഇതിലാന്നാണ് പറഞ്ഞ്. അപ്പോൾ ഇതിലൂടെ നടക്കാനാണ് പറഞ്ഞ്. ഇതുണ്ടോ ലേഡീസിൻ്റെ യൂണിഫോം വേണ്ട പഠിക്കുന്ന കുട്ടികളെ. ഈ ഏരിയയിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവനീർ ഷോപ്സ്, പിന്നെ ഡ്രസ്സിൻ്റെ, ബാഗിൻ്റെ, പിന്നെ ജ്വല്ലറി, അതുപോലെ ഹോട്ടൽസ്, പിന്നെ ലോഡ്ജുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് തിമ്പു എന്ന് പറയുന്ന ഈ നഗരത്തിൽ. തിമ്പുവിന് ശരിക്കും നഗരം എന്ന് വിളിക്കാനൊന്നും പറ്റില്ല അല്ലേ? തിമ്പു നഗരത്തിൽ എയർപോർട്ടില്ല, ഇവരെ മെയിൻ സിറ്റിയിൽ എയർപോർട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലി, ഇവിടെ വാലി, ആ സൈഡ് വാലി, ഈ സൈഡ് വാലി, ഈ സൈഡ് വാലി. അതുകൊണ്ട് ഫ്ലൈറ്റിനൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു മെയിൻ സിറ്റിക്ക് എന്തില്ല, എയർപോർട്ടില്ല. ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്റർ മാറിയിട്ട് പാറു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ ഗൈസ്, ഒരു കൂള് ചെങ്ങായിനെ കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. നല്ല രസമല്ല മൂപ്പരെ കാണാൻ, തലയിൽ മറ്റേ പുല്ലൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു അമേരിക്കയിലൊക്കെ ലോസ് ആഞ്ചലസിലൊക്കെ ഉള്ള പോലെ അല്ലേ, ഇവിടുന്ന് ഒരു കയറ്റം ഇങ്ങനെ കയറി മേലോട്ട് പോകുന്ന പോലെ ഉണ്ട്. അത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു ചായ കടി എന്തെങ്കിലും കുടിക്കണം, ഒരു റെസ്റ്റോറൻറ്റ് തപ്പാണ്. അപ്പോൾ തപ്പി കണ്ടുപിടിക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടോ. അതായത് മെയിൻ ടൗണിലെ തിരക്കാണ്, ഇത്രയേ ഉള്ളൂ മെയിൻ ടൗണിലെ തിരക്ക്, ചെറിയൊരു തിരക്ക്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കട കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കുടിക്കട്ടെ. എന്തായാലും സിറ്റി സെൻറ്ററിൻ്റെ നടുവിൽ വന്നിട്ട് പോലീസുകാരൊക്കെ. പിന്നെ ഭൂട്ടാനിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, അതായത് ഭൂട്ടാനിൽ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് സിഗ്നൽ ലൈറ്റ് കാണാൻ വേണ്ടി പറ്റില്ല. അത് എല്ലായിടത്തും ബാൻഡാണ്, പകരം പോലീസുകാരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓണടി സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ, ഒരു തുള്ളിയെങ്കിലും ഒന്നുമില്ല. ആരും അവിടുന്ന് ഇവിടുന്ന് ഒന്നും ക്രോസ് ചെയ്യുന്നില്ല. കറക്റ്റ് ഇതാ അവിടെ പോയിട്ട് തന്നെ ക്രോസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു കോഫിയും എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അപ്പം എവിടെ കയറേണ്ടതെന്നുള്ളതൊന്നും അറിയില്ല. ജസ്റ്റ് എവിടെയെങ്കിലും കയറിയിട്ട് കഴിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അക്കീർ വരുന്നുണ്ട്. അപ്പോൾ അക്കീറിനെ ദിസ് വൺ നമ്മൾ അപ്പുറത്ത് കയറാം. ഇവിടെ എന്തൊക്കെ ഗ്രില്ലൊക്കെ കണ്ടിരുന്നു. നമ്മൾ ഗ്രില്ലൊക്കെ കയറി നമുക്ക് കഴിക്കാമല്ലോ. യെസ്, breast one less, okay. You have coffee? Chai, coffee. Okay. So guys, cappuccino and juice. The rate ഒക്കെ കാണിച്ചു തരാം. അതായത് അതെന്താ സാധനം എനിക്കറിയില്ല. ചിക്കൻ ബർഗർ 150, ബീഫ് ബർഗർ 150, പിന്നെ ചീസ് പാഡീസ് അതൊക്കെ എന്താണ്, മുട്ട പപ്സിന് വേണ്ടിയിട്ടുണ്ട്, അതൊക്കെ 90. പിന്നെ സോസേജ് 60, ഡ്രം സ്റ്റിക്കോ അതിന് 110, വിങ്സ്
പിന്നെ ചിക്കൻ പീസിന് 110, ബോൺലെസ് 20, 120 അങ്ങനെ. ഇതാണ് കഫേ. പുറത്തോട്ട് നോക്കിയിരുന്നിട്ട് നല്ല ഒരു ക്യാപ്പിച്ചിനോ എന്തും കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ ക്യാപ്പിച്ചിനോ വന്നിട്ടുണ്ട്. നല്ല സെർവിങ് ആണ്, നല്ല രസമുണ്ട് കാണാൻ. ഷുഗർ ഷുഗർ കമ്പൽസറി ഗൈസ്. ഇതാണ് നമ്മളെ ചിക്കൻ ബർഗർ. സോസ് കെച്ചപ്പ് നമ്മുടെ നാട്ടിൽ നിന്നാണ്, റോയൽ അല്ലല്ല, ഇവിടെ ഉണ്ടാക്കുന്ന കെച്ചപ്പ് തന്നെയാണ്. ബർഗർ കാണാൻ നല്ല രസമുണ്ട്. ഉള്ളത്തെ ഫില്ലിങ് ചിക്കനാണ്. ഷുഗർ എക്സ്ട്രാ വേണമെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു വേണം എന്നുള്ളത്. അപ്പം ഷുഗർ ഇല്ലാണ്ട് നമുക്കൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. ഷുഗർ വേണ്ട ഗൈസ്, ഞാൻ ഷുഗർ ഇല്ലാണ്ട് കുടിച്ചോളാം. ഞാനിത് ഇളക്കി കൊള്ളാക്കട്ടെ. അപ്പോൾ ബർഗർ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ, ഭൂട്ടാനിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ബർഗർ കഴിച്ചു നോക്കുകയാണ്. ഭൂട്ടാൻ ബർഗർ. ബണ്ണിന് മധുരമുണ്ട്. ബാക്കിയെല്ലാം സോളിഡാണ്, അതായത് അറിയുന്നുണ്ട് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ബണ്ണും നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ ചായയും ബർഗറൊക്കെ നൈസായിരുന്നു. അപ്പം കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഭൂട്ടാനിൽ വന്നിട്ട് ഭൂട്ടാൻ നല്ലോണം കാണിച്ചു തരണ്ടേ, അപ്പോൾ കുറച്ചുകൂടി ദൂരം നടന്ന് കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇത് അവിടെയൊക്കെ കഫേസ്, സുവനീർ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ. നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ എന്താ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏറ്റവും തിരക്കുള്ള ഏരിയയാണ്. ഭൂട്ടാനിലെ ഏറ്റവും തിരക്കുള്ള ഏരിയയിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ കണ്ടാൽ പറയില്ല, ഏറ്റവും തിരക്കുള്ള ഏരിയയിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ കണ്ടാൽ പറയില്ല. എവിടെയും പിച്ചക്കാരുണ്ടോ കേട്ടോ. ഭൂട്ടാനിലും ഈ പരിപാടി കണ്ട ശരി നല്ല വൃത്തിയിലാണ് പുള്ളി ഇരിക്കുന്നത്. ഓരോ കടകളൊക്കെ നല്ല രസമല്ലേ. പാനിപൂരി, ഇന്ത്യൻ ഫുഡെല്ലാം എടുത്തിട്ടോ. പാനിപൂരി, പാൻ മസാല, ലസ്സി, ഐസ്ക്രീം, ഇന്ത്യൻ ഫുഡ് കിട്ടാത്ത സ്ഥലങ്ങളില്ല. പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ, ഗൈഡുമാരൊക്കെ ഈ ഹിന്ദി സംസാരിക്കും. നിങ്ങൾ ഹിന്ദി അറിയെങ്കിൽ നിങ്ങൾക്ക് അതിലും പിടിച്ചേക്കാട്ടോ. ഞാൻ പിന്നെ ഹിന്ദി സംസാരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതൊക്കെ ഇവിടുത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഓഫീസേഴ്സ് അങ്ങനെയൊക്കെ പറയാം. ആ ലെവലിൽ എന്ത് പറയണം, എന്ത് വീഡിയോ എടുക്കണം എന്നൊന്നും അറിയില്ല. കാരണം ഭൂട്ടാൻ ഇങ്ങനെ കാണിച്ചു തരാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നടക്കുന്നത്. എത്രത്തോളം കാണിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹിമാലയൻ ഇപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് നോക്കി നോക്കും. അങ്ങനെയാണ് നമ്മൾ വന്നത്. കുറേ നടന്ന് നമ്മൾ ഈ സൈഡിലെത്തി. ഞാൻ ഇത്രയും നേരം ആ സൈഡിൽ കൂടെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഈ സൈഡിൽ കൂടെ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോകാം. നമ്മളില്ലേ ഇവിടെ വന്ന് നിന്നാൽ മതി. ഏത് വണ്ടി, ഇപ്പം ഞാനിവിടെ നിൽക്കുകയാണ്, ആ വണ്ടി ഇപ്പോൾ അവിടെ നിർത്തുന്നു നോക്കിയോ. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ അയാൾ കൈകൊണ്ട് എന്നോട് പറഞ്ഞ് പൊക്കോന്ന്. ഞാൻ പോയിട്ട് ഒരു പോവുള്ളൂ. അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു കൾച്ചറാണ് ഇവിടെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ പാർക്കിംഗ് ഫീ വാങ്ങാനായിട്ട് ഒരു ചെങ്ങായി നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ നമ്മളെപ്പോലെ തന്നെ ലോക്കൽ പിന്നെ ജീൻസ് ഷർട്ടൊക്കെ ധരിച്ച് നടക്കുന്ന ആൾക്കാരും ഇവിടെ നമുക്ക് കാണാം കേട്ടോ. എൻ്റെ കൂടെയുള്ള അക്കീറിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല, പക്ഷേ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരു കൺവീനിയൻസ് സ്റ്റോർ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് വെക്കാം, രാത്രി കഴിക്കാമല്ലോ. Nothing special. Full packet 100 rupees. കടല മേടിക്കാം.
This is like full packet 100 rupees. Okay. വേറെ എന്താ നമുക്ക് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. നൂഡിൽസ് പോലത്തെ സാധനം, അച്ചപ്പം പോലത്തെ സാധനം, ഇതൊക്കെ പൊരിച്ച് തിന്നാൻ വേണ്ടി പറ്റും. കുക്കീസ്, ചെറുപയർ 1 കിലോ 170, മൈദക്ക് 150, കപ്പാച്ചിയോ 240. എൻ്റെ അമ്മോ, ഇവിടെ പൈസ കൊടുത്തലാട്ടോ ഗൈസ്. ഇവിടെ തൊട്ടാൽ നിങ്ങളെ കൈ പൊള്ളും. സോ ബി കെയർഫുൾ ഇവിടെ വന്ന് വാങ്ങുമോ. ജെല്ലി മുട്ടായി ഉണ്ട്, ഇത് 2 വാങ്ങും. ഓക്കെ, ഹൗ മച്ച് ഫോർ ദാറ്റ്? 170. അപ്പോൾ ഇവിടുത്തെ കൺവീനിയൻസ് സ്റ്റോർ കയറിയിട്ട് 2-3 കൊക്കക്കോളയും പിന്നെ 2 കോളയും കുറച്ച് കടലയും പിന്നെന്താ നിങ്ങൾ വിചാരിക്കേണ്ട വെള്ളമടിക്കാനാണ്. പിന്നെ ഈ കാറിൽ പോകുമ്പോൾ തല ഇങ്ങനെ കിടന്ന് കറങ്ങുക, പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ ബോറടിയും. അപ്പോൾ ആ സമയത്ത് തിന്നാനാണ്. ഇത് ഇവിടുത്തെ കുട്ടികളെ യൂണിഫോം കേട്ടോ. ഹായ്, ദിസ് ഈസ് യുവർ യൂണിഫോം? ഓക്കെ, വിച്ച് സ്റ്റാൻഡേർഡ് യു ആർ സ്റ്റഡിങ്? 6, standard 6. Hello, what is your name? Kinga? Samju. This is your sister? Yes. Great, great. Thank you. Welcome. ഒരു കുട്ടീനെ കണ്ടട്ടാ. അപ്പം യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ചോദിച്ചതാണ് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ ഇത് വലിയ കോളേജിൽ പഠിക്കുന്ന പോലെ യൂണിഫോം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുക, ഇന്ന് ഇവിടുത്തെ നൈറ്റ് ലൈഫ് കാണിക്കാൻ വേണ്ടി പറ്റുമോയെന്ന് അറിയില്ല. കാരണം ഇവിടെ വല്ലാണ്ട് നൈറ്റ് ലൈഫ് ഇല്ല, കാരണം തണുപ്പാണ്. ഇവരെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ബാറ് കയറുക, കരയൊക്കെ വേടുക, വെള്ളമടിക്കുക, അതൊക്കെ തന്നെയാണ് ഇവരുടെ നൈറ്റ് ലൈഫുള്ളത്. വേറെ പ്രത്യേകിച്ച് പിന്നെ തായ്ലാൻഡ്, ബാലി അങ്ങനത്തെ ഒരു ടൈപ്പ് പിന്നെ നൈറ്റ് ലൈഫൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ കിങ് കേട്ടോ. കിങ്ങിൻ്റെ വൈഫ്, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണ് കിങ്ങിനുള്ളത്. എല്ലാ ഗവൺമെൻറ് ഓഫീസിൻ്റെ മുന്നിലും ഇതുപോലെ കിങ്ങിൻ്റെ ഫോട്ടോസും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഇഷ്ടമുള്ളവർക്ക് എല്ലാവരും പിന്നെ സ്ഥാപനത്തിൻ്റെ മുന്നിലും ഇതേപോലെ പിക്ചറും കാര്യങ്ങളൊക്കെ വെക്കട്ടോ. ഞാനിതാ നമ്മളെ ക്ലോക്ക് ടവറിൻ്റെ അവിടെ വീണ്ടും വന്നിരിക്കുകയാണ്. കടല തിന്നുകയാണ്. കൊള്ളാം ഗൈസ്. ഇവർ കടലേൻ്റെ കൂടെ എന്തോ ഒരു പൊടി കൂടി വെക്കുന്നുണ്ട്. ഇത് മുക്കി അടിക്കാനാണ് തോന്നുന്നു. സോ ഗൈസ്, രാത്രി ആയിരിക്കുകയാണ്. രാത്രി ആയപ്പോൾ നമ്മൾ ഇന്ന് പോയ ബുദ്ധൻ്റെ സ്റ്റാച്ചു നോക്കി അങ്ങ് ദൂരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടിപൊളിയാണ്. ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തിറങ്ങിയാൽ മഴ കൊള്ളും ചെയ്യും. ചാറ്റൽ മഴയാണ്, എന്നാലും മഴയുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. രാത്രി 8:30 റോട്ടിലൊന്നും ഒരു മനുഷ്യക്കുഞ്ഞുമില്ല. എല്ലാവരും കൂട്ട് കയറിയിരിക്കണേ. ഒന്നാമത് മഴയായിട്ടായിരിക്കും. ഇന്നത്തെ വീഡിയോ തിമ്പു കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് എത്രത്തോളം നൈസായിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റിയെന്ന് എനിക്കറിയില്ല. മെയിൻ പ്രശ്നം നമ്മളെ കൂടെയുള്ള നമ്മളെ ഗൈഡാണ്. നമുക്കൊരു എന്താണ്, നമ്മൾ പുള്ളീനോട് പറഞ്ഞതാണ് യൂട്യൂബേഴ്സാണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചൊക്കെ തരണം, വീഡിയോ ഒക്കെ വരും, ഞങ്ങൾ നിങ്ങൾക്കുള്ള നമ്പറൊക്കെ കൊടുത്ത് നിങ്ങൾ നല്ല സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞാൽ മൂപ്പര് ഒരു കുന്തറിയില്ല. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് മൊണാസ്ട്രിയാണ്, ഇത് ഇത്ര വലിപ്പമുണ്ട്, കഴിഞ്ഞ് ബാക്കിയുള്ള ഗൈഡുകളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് നമുക്ക് കൊതിയാവും ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ വന്ന് ഭൂട്ടാനിൽ വന്നിട്ട് ഗൈഡിനെ സെലക്ട് ചെയ്യുമ്പോഴും ഗൈഡ് എങ്ങനത്തെ ആളാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണോ, ഒരു 500 റുപ്യ കൂടുതൽ കൊടുത്താലും വേണ്ടില്ല, നല്ല ആക്റ്റീവായിട്ടുള്ള ആളെടുത്തോട്ടോ. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. നാളെ നമ്മൾ 5 മണിക്കൂറോളം ട്രെക്ക് ചെയ്തിട്ട് പാറൂൽ ടൈഗർ നെസ്റ്റ് എന്നുള്ള ഒരു മൊണാസ്ട്രി ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. സോ ഭയങ്കര ഹാപ്പിയാണ്. മഴ പെയ്താൽ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നാളെ കാണാം. സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.